ദുബായിലെ പ്രഗ്നൻസി ജീവിതത്തിലെ ഇത്രയധികം ടെൻഷൻ അടിപ്പിച്ചതും കൂടെ ഏറ്റവും സന്തോഷിപ്പിച്ചതുമായിട്ടുള്ള ആ ഒരു ദിവസമാണ് കേട്ടോ. ഏത് ഗർഭിണിയോട് ചോദിച്ചാലും ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ടെസ്റ്റ് അവരൊരിക്കലും മറന്നിട്ടുണ്ടാവില്ല. അതിപ്പോ എത്ര വർഷം കഴിഞ്ഞാലും 8-10 മണിക്കൂർ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇവിടെ വന്നിട്ട് ഈ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട്, അതും 3 തവണ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഇരിപ്പെന്ന് പറയുന്നത് ശരിക്കും ഇഞ്ചക്ഷൻ പേടിയുള്ളവർക്ക് വല്ലാത്തൊരു ട്രോമ തന്നെയാണ് കേട്ടോ. ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഇല്ലാത്തവർക്ക് നോർമലി 28 വീക്കിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ആകെ കുടിക്കാൻ പറ്റുന്ന വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചപ്പോഴും വാവ എനിക്കിട്ട് എന്താ ഫുഡ് തരാതെന്ന് പറഞ്ഞൊരു ചവിട്ട്. മധുരം നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവർ പോലും മധുരത്തെ ഏറ്റവും വെറുക്കുന്ന ഒരു സംഭവമാണ് ഈ 75 ഗ്രാം ഗ്ലൂക്കോസ് കുടിക്കുന്ന പരിപാടി. അതും 10 മിനിറ്റിനുള്ളിൽ കുടിച്ചു തീർക്കണ്ടേ. അത് കുടിച്ചു തീർക്കാനുള്ള എന്റെ തത്രപ്പാട് കണ്ടിട്ട് കെട്ടിയവനാണെങ്കിൽ വല്ലാത്ത ചിരി. 3 കുത്തും കിട്ടി. വിശപ്പോട് വിശപ്പ്. എന്നാ പിന്നെ പാവം കെട്ടിയവനെങ്കിലും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. 3-ാം മണിക്കൂറിലെ ബ്ലഡും കൊടുത്ത് ഒരു പഴവും കഴിച്ചപ്പോഴാണ് കേട്ടോ പകുതി ആശ്വാസം വീണത്. ഇത്രയും ബുദ്ധിമുട്ടിനിടയിലും ഇതുവരെ ചെക്കപ്പിന് പോയിട്ട് ആരും ചോദിക്കാത്ത ആ ഒരു ചോദ്യം 2-3 നഴ്സുമാര് ചോദിച്ചപ്പോ ഞാൻ വിഷുവിന്റെ വീഡിയോ ഇട്ടപ്പോ മുതൽ ഇൻസ്റ്റാഗ്രാമിലെ DM-ലും ഈ ഒരു ചോദ്യം മാത്രം. അതിലേറെ രസം എന്താന്ന് ചോദിച്ചാൽ മറ്റേണിറ്റുകാരാണെന്ന് മനസ്സിലാവാതെയാണ് പലരും എന്നോട് ഈ ഡ്രസ്സൊക്കെ എവിടെ നിന്നാണ് ചോദിച്ചത്. ഇൻസ്റ്റാഗ്രാമില് കുറച്ച് മാസങ്ങളായിട്ട് എന്നെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഔട്ട്ഫിറ്റ്സ് ആണ് കേട്ടത്. ഇലൈബൈ മമ്മ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി. ഞാൻ പറയുന്നവർ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പ്രഗ്നൻസി ജേണിയിൽ ഇത്രയും കംഫർട്ട് ആൻഡ് കോംപ്ലിമെന്റ്സ് കിട്ടിയ വേറെ ഔട്ട്ഫിറ്റ്സ് ഇല്ല.